ബിഗ് ബോസ് സീസൺ 7 ഏഴിന്റെ പണികളുടെ ഒരു ഗെയിം മാത്രമായിരുന്നില്ല, അതൊരു അതിജീവനമായിരുന്നു. 25 മത്സരാർത്ഥികളുടെ മനസ്സിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. ഇവിടെ ചിരിയും കരച്ചിലും തർക്കങ്ങളും എല്ലാം ചേർന്ന് ഒരു പുതിയ കഥയൊരുങ്ങി. ആദ്യ ദിവസം ഈ വാതിൽ കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല അവരുടെ ഈ വീട്ടിലെ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമെന്ന്. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്ക് മെല്ലെ മനസ്സിലായി, ഈ ഗെയിം ജയിക്കാൻ കായിക ബലവും തന്ത്രങ്ങളും മാത്രം പോരാ, നല്ല മനസ്സാന്നിധ്യവും വേണമെന്ന്. നിങ്ങളുടെ തീരുമാനങ്ങളാണ് ഈ 5 പേരെ ഇവിടെ വരെ എത്തിച്ചത്. അവരിൽ ഒരാളാണ് വിജയകിരീടം സ്വന്തമാക്കുന്നത്. ആ വലിയ നിമിഷം ഇനി അകലെയല്ല. നമുക്ക് ഒരുമിച്ച് ആ സ്വപ്ന നിമിഷത്തിന് സാക്ഷിയാകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, ഇവിടെ നിന്ന് പലപ്പോഴായി നിങ്ങളുടെ വോട്ടിങ്ങിലൂടെ എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥികളെ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് അവരുടെ ഈ വീട്ടിലെ യാത്രയിലേക്കും ഓർമ്മകളിലേക്കും ഒന്ന് തിരിച്ചു പോകാം. വെൽക്കം ബാക്ക്. ഇരിക്കാം. ഈ വീട്ടിൽ ഒരുമിച്ച് യാത്ര തുടങ്ങിയവരാണ് നിങ്ങളെല്ലാവരും. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ കാണാൻ സാധിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു വന്ന മത്സരാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദില ആൻഡ് ന്യൂറ. പ്രേക്ഷകർ പറയുന്നത് പൂമ്പാറ്റകളിൽ നിന്ന് പുലിക്കുട്ടിയായി മാറിയ 2 പേരാണ്. അങ്ങനെയാണോ? പൂമ്പാറ്റകളുമാണ് പുലിക്കുട്ടികളുമാണ്. എത്ര 97 ദിവസം നിന്നോ? ഞാൻ 99. എന്ത് തോന്നുന്നു, ഈ 95 ഡേയ്സ് എങ്ങനെ നോക്കാൻ പറ്റി? അത് നിൽക്കാൻ പറ്റിയത് ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് തന്നെയാണ് ലാലേട്ടാ, അല്ലാതെ എന്റെ മാത്രം ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നിങ്ങൾ ഒന്നിച്ച് ഒരാളായിട്ടാണ് വന്നത്, പിന്നെയാണ് സ്പ്ലിറ്റ് ആയത്. അപ്പൊ ഒരുമിച്ച് നിൽക്കുന്നതാണോ രണ്ടായിട്ട് നിൽക്കുന്നതാണോ കൂടുതൽ? രണ്ടായിട്ട് നിൽക്കുന്ന തന്നെയാണ് എത്രയോ ബെറ്റർ. അപ്പൊ നമുക്കൊന്നും കൂടെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പറ്റി. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എത്ര ദിവസം നിൽക്കാൻ സാധിക്കുമെന്ന്? ഒരിക്കലും ഫൈനൽ ഫൈൽ വരാത്തതിന്റെ സങ്കടമുണ്ടോ നൂറ? ചെറുതായിട്ട്. എന്താണ് ഇപ്പൊ പ്രേക്ഷകരോട് പറയാൻ തോന്നുന്നത്? ഒരുപാട് നന്ദിയുണ്ട്. ഇവിടം വരെ ഞങ്ങൾ 99-95 ഡേയ്സ് ഒക്കെ നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഒരിക്കലും